കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രമാണിത്. ഏറ്റുപറഞ്ഞാൽ പാപങ്ങളെല്ലാം തീർക്കുന്ന ഭക്തരക്ഷകനായ മഹാദേവനാണ് ഏറ്റുമാനൂരപ്പൻ. വലിയ വിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ ഭഗവാൻ നടത്തിത്തരുമെന്നാണ് വിശ്വാസം. രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ഇവിടത്തെ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായുമാണ് സങ്കല്പം. 1 ഏക്കറിൽ കൂടുതലുള്ള സ്ഥലത്ത് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗാ ഭഗവതി, ശാസ്താവ്, യക്ഷി എന്നിവർ ഉപദേവന്മാരാണ്. കൂടാതെ ക്ഷേത്രത്തിനോട് ചേർന്ന് അന്തിമഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട്. കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ടായുള്ള 10 ദിവസത്തെ ഉത്സവമാണ് പ്രധാന ആണ്ടുവിശേഷം. കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഇവിടെ പ്രസിദ്ധമാണ്. ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാന്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ പ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര തുടർന്ന ഖരൻ ജ്യോതിർലിംഗങ്ങളുടെ ഭാരം കാരണം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലത് കൈയിലിരുന്ന ശിവലിംഗം അവിടെ ഇറക്കി വെച്ചു. ഖരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അതെടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലം ഇതാണെന്ന് തത്സമയം ഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. തൻ്റെ ഇടത് കൈയിലിരുന്ന ശിവലിംഗം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും കഴുത്തിലിടുക്കി പിടിച്ചു കൊണ്ടുവന്ന ശിവലിംഗം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഈ 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യമായി കരുതുന്നു. ക്ഷേത്രം ആദ്യം വടക്കുംകൂർ ദേശത്തായിരുന്നു. ക്ഷേത്ര ഊരായ്മക്കാർ ഏട്ടുമനക്കാരായിരുന്നു. ഇങ്ങനെ ഏട്ടുമനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നു എന്നും ഇങ്ങനെ ഏറ്റുമാനൂർ എന്ന പേര് വന്നു എന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ ചടങ്ങുകളാണ് വലിയ വിളക്കും 7.5 പൊന്നാനയും. ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വിളക്ക് 5 തിരിയുള്ള ഒരു കെടാവിളക്കാണ്. മറ്റൊരു വലിയ ആകർഷണം 7.5 പൊന്നാനയാണ്. 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ശില്പരൂപമാണ് ഇത്. തേക്കിൻ തടിയിൽ തീർത്ത സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണ് ഇവ. ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലയും ഉണ്ട്. കുംഭമാസത്തിലെ ഉത്സവത്തിനിടയ്ക്ക് 8ാം നാൾ നടത്തുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം 7.5 പൊന്നാനകളെയും പ്രദർശനത്തിന് വയ്ക്കും. തിരുവിതാംകൂർ മഹാരാജാവായ അനിഴം തിരുനാൾ മഹാരാജാവിൻ്റെ നേർച്ചയായിരുന്നു ഇത്. നേർച്ച നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ രാജാവ് നാട് നീങ്ങിയതിനാൽ അനന്തിരവനായ കാർത്തിക തിരുനാൾ രാമവർമ്മ 7.5 പൊന്നാന നടക്കി വെച്ചു. വലിയ ആനക്കൊട്ടിലാണ് ക്ഷേത്രത്തിലേത്. ഉത്സവത്തിന് 3 ആനകളെ നിർത്തി എഴുന്നള്ളിക്കാൻ പ്രാപ്തമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരവും ബലിക്കൽപുരയും ഒക്കെ ഇവിടുത്തെ പ്രത്യേക ആകർഷണമാണ്. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ ഈ ക്ഷേത്രങ്ങൾ വിശ്വകർമ്മ സ്ഥാപതിമാരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ആത്യന്തികമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരകൾ ചെമ്പ് ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞതാണ്. കൂടാതെ 14 അലങ്കാര ശിഖരങ്ങളും ഉണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് തുലാഭാരം. ആനക്കൊട്ടിലിനപ്പുറത്ത് സ്വർണ്ണക്കൊടിമരം നിലകൊള്ളുന്നു. 2010-ലാണ് പുതുക്കിയ കൊടിമരം സ്ഥാപിച്ചത്. കൊടിമര ചുവട്ടിൽ അഷ്ടദിക്പാലകരെയും കൊത്തിവച്ചിട്ടുണ്ട്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലേതും പോലെ തന്നെ ഭീമാകാരമായ വട്ട ശ്രീകോവിലാണ് ക്ഷേത്രത്തിനുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേ ഉള്ളൂ. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.